ശരി, നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പഠിക്കുന്നത് പുതിയ വിഷയമാണ്. അത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവനീതി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ച് തുടങ്ങിയത്. യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ദൈവനീതി എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. ശരി, നമ്മൾ പഠിക്കുന്ന വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. എങ്കിലും ഇന്ന് നമ്മൾ പ്രാരംഭത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം 30-31 വാക്യത്തിൽ നിന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 30-31 വാക്യം. ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-31 വാക്യം. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവർ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകെ തന്നെ. ശരി, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. ഒരു മിനിറ്റ്. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ശരി, ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ യേശുക്രിസ്തുവിലൂടെ ദൈവിക നീതീകരണം നമ്മളിൽ ലഭിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിലിവിടെ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലാണെങ്കിൽ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ലഭിച്ചത്? ഒന്ന്, ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. അപ്പോൾ യേശുക്രിസ്തു എനിക്ക് അതായിത്തീർന്നെന്നാണ് പറയുന്നത്, അല്ലേ? യേശുക്രിസ്തു എനിക്ക് എന്തായിത്തീർന്നു? ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ്. അപ്പം നിങ്ങൾക്കത് ഏറ്റു പറയാൻ കഴിയണം. നിങ്ങളുടെ വാ തുറന്നത് പറയണം. ഹല്ലേലൂയ. പിശാച് ഏതെങ്കിലും സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സാക്ഷിയിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ക്രമീകരണം പ്രാപിച്ചിട്ടും അടുത്ത് ചെന്നിട്ടും ധൈര്യമില്ലാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ധൈര്യക്കുറവ് വരുത്തുന്നുവെങ്കിൽ നിങ്ങൾ ഈ വാക്യം വാ തുറന്ന് പറയണം. എൻ്റെ യേശു എനിക്ക് എന്തായി മാറി? ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പായി തീർന്നു. ആ ജ്ഞാനം ഞാൻ സ്വീകരിക്കുകയാണ്, ശുദ്ധീകരണം ഞാൻ സ്വീകരിക്കുകയാണ്, നീതീകരണം ഞാൻ സ്വീകരിക്കുകയാണ്. യേശുക്രിസ്തുവിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തുവിൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു, യേശുക്രിസ്തു എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വാ തുറന്ന് പറയാൻ കഴിയണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവികമാകുന്ന ആ പൊസിഷനിലോട്ട് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് പലപ്പോഴും നമ്മുടെ വായിലെ വിശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കാൻ കർത്താവിന് ആഗ്രഹമുള്ളതായി വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നീതീകരണ വിഷയത്തിൽ. ഇപ്പോൾ യേശുക്രിസ്തു നമുക്ക് നൽകിയ പാപക്ഷമയും നീതീകരണം ഞാൻ മുമ്പ് പറഞ്ഞു. ദൈവം മുമ്പാകെ കുറ്റമറ്റ മനസ്സാക്ഷിയോടെ നിൽക്കാൻ നമുക്ക് കൃപ നൽകുന്നതാണ് ദൈവിക നീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവിക നീതി നമ്മളിൽ ലഭ്യമായത് യെശുക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ ഈ ദൈവിക നീതി നമ്മളിൽ ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ അതെന്ത് ചെയ്യണം? അത് വിശ്വാസത്തോടെ ഏറ്റവും. ഞാൻ വേറൊരു വാക്യം പറഞ്ഞുതരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം. നിങ്ങൾക്ക് ആ പ്രാരംഭ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. നമ്മളെ വിശുദ്ധീകരിച്ചത് എന്താണ്? യേശുവിൻ്റെ രക്തമാണ്, അല്ലേ? വിശുദ്ധീകരിച്ച യേശുവിൻ്റെ രക്തമാണ്. നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? നമ്മൾ വിശ്വാസത്താലാണ്, അല്ലേ? എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവായിട്ട് ഓർമ്മിച്ചു. അപ്പോൾ ഇത് നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്താലാണ്. വിശ്വാസത്തിലാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ ആവശ്യമായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ അത് വിലയേറിയതാണ്. പ്രത്യേകിച്ച് ദൈവം മുമ്പാകെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കോടെ അടുത്ത് ചെല്ലുക. അതുപോലെ നമ്മൾക്കെതിരായി വെല്ലുവിളിക്കുന്ന പിശാചിനെതിരായും നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ വാക്ക് ഏറ്റു പറയേണ്ടതാണ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ. മനസ്സിലാവണം. യെശയ്യാവ് 43-ന്റെ 25-26 എന്ന് വായിച്ചു നോക്കിയേ. യെശയ്യാവ് 43-ന്റെ 25-26.
നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുന്നില്ല, എന്നെ ഓർപ്പിക്കാം, നാം തമ്മിൽ ഓർക്കരിക്കാം, നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചുകൊള്ളാം. ഹല്ലേലൂയ. ശരി, യെശയ്യാവ് നിങ്ങൾ ബൈബിൾ എടുക്കാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയത് യെശയ്യാവ് 43-ന്റെ 25. യെശയ്യാവ് 43-ന്റെ 25, 26. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയുമില്ല. പക്ഷെ അടുത്ത ദൈവം പറയുകയാണ്, എന്നെ ഓർപ്പിക്ക, നാം തമ്മിൽ വ്യവഹരിക്ക, നീ നീതീകരിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യുക, വാദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് അത് കേൾക്കുന്നത് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും ദൈവസന്നിധിയിൽ വിശ്വാസത്തിലാണ് നീതീകരിക്കപ്പെട്ടത്. യേശുവിൻ്റെ രക്തത്താലാണ്, യേശു ക്രിസ്തുവിലൂടെയാണ് എനിക്ക് ദൈവം കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കാൻ ദൈവം നമ്മെ ഇടയാക്കുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ ഒരു വിഷയത്തെക്കുറിച്ച് യേശു പറഞ്ഞ ഭാഗം ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയ രണ്ടുപേര് ആരൊക്കെയാണ്? ഒരാള് ഒരു പരീശൻ, മറ്റേയാൾ ആരായിരുന്നു? ഒരു ചുങ്കക്കാരനായിരുന്നു അല്ലേ? നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഒരു പരീശനും ചുങ്കക്കാരനും കൂടെ എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പം അതില് പരീശൻ തന്നെ പ്രശംസിച്ചു പറയുന്നു. പക്ഷെ നമ്മുടെ പ്രശംസ ഒന്നാമത് യേശുക്രിസ്തു എനിക്ക് എന്തായി തീർന്നു, യേശുക്രിസ്തു എനിക്ക് എന്തു തന്നു എന്നതിലായിരിക്കണം നമ്മുടെ ഒന്നാമത്തെ പ്രശംസ. ആ കാര്യം ഓർമ്മിച്ചോളെ. ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു, ശരിയാണ്. ഒത്തിരി കാര്യങ്ങൾ ദൈവകൃപയിൽ നടന്ന് മുന്നേറാൻ നമുക്ക് ദൈവം കൃപ തന്നത് ശരിയാണ്. പക്ഷേ അത് എൻ്റെ കഴിവ്, അവരവരുടെ കഴിവും പ്രാഗൽഭ്യവും കൊണ്ടാണെന്ന് ദൈവം മുമ്പാകെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല, നമുക്ക് പ്രശംസ പറയാൻ കഴിയില്ല. ദൈവം മുമ്പാകെ നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ എപ്പോഴും പറയേണ്ടതെന്നാണ്, കർത്താവേ, അങ്ങയുടെ കൃപയാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് മുന്നേറി നടക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതല്ലേ ശരിയായ പ്രാർത്ഥന. പക്ഷെ അവിടെ പരീശൻ തന്നെ പൊക്കി പറഞ്ഞു, താൻ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങൾ അല്ലേ, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, അത് കൊടുക്കണ്ടെന്നല്ല കർത്താവ് പറഞ്ഞ്. പക്ഷെ അതിലെന്ത് ചെയ്യുകയാണ്, ആ വ്യക്തി പ്രശംസിച്ചു പോവുകയാണ്. അപ്പൊ ഉടനെ ആ വ്യക്തി എന്ത് ചെയ്തു പോയെന്ന ബൈബിൾ എഴുതിയിരിക്കുന്ന, ആ വ്യക്തി എങ്ങനെയായിപ്പോയെന്ന് വെച്ചാൽ ആ വ്യക്തി വന്നതുപോലെ പോയി. പക്ഷെ ആ ചുങ്കക്കാരനെ നിങ്ങളൊന്ന് നോക്കി, ചുങ്കക്കാരനാണെങ്കിൽ ദൈവസന്നിധിയിൽ ചെന്ന് നിന്നപ്പോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തോട് കുറവുകളെ ഏറ്റുപറഞ്ഞ്, കർത്താവെ, ഈ പാപിയ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി തൻ്റെ വീട്ടിലേക്ക് പോയി. പക്ഷെ മറ്റേയാളോ അങ്ങനെ അല്ല എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റ മനസ്സാക്ഷി മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമല്ലാത്ത വ്യക്തിയായി ദൈവം നിർത്തി എന്ന ആ ഒരു ഫീലിങ്ങോടെ, അനുഭവത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെശയ്യാവ് 43, 25, 26 കർത്താവ് വാക്ക് പറഞ്ഞു. എന്തോ പറഞ്ഞ്, ഞാൻ എൻ്റെ നിമിത്തം നിന്റെ പാപങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഞാൻ കഴുകിക്കളയുകയാണ്, ഞാൻ മോചിക്കുകയാണ്, നിന്റെ പാപങ്ങളെ ക്ഷമിക്കുകയാണ്. പാപങ്ങളെ ക്ഷമിക്കാൻ നമുക്കറിയാം, യേശുവിൻ്റെ രക്തം നമുക്ക് മതിയായതാണ്. യേശുവിൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് എന്ത് ചെയ്യപ്പെട്ടു, കഴുകിക്കളയപ്പെട്ടു. അപ്പൊ അതിന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാനാ പറയുന്നത്, ഉറച്ചു നിൽക്കാനാ, അതിൽ ഉറച്ചു നിൽക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ യാത്രയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. ഉത്തമ ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ബൈബിൾ എഴുതിയിരിക്കുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ആ വാക്യങ്ങളൊക്കെ അറിയാലോ, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അല്ലെ? അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം. എൻ്റെ നീതിമാൻ എന്ത് ചെയ്യും, വിശ്വാസത്താൽ ജീവിക്കും. ദൈവത്തിനത് അറിയാം. പിന്നെ വേദത്തിൽ വേറൊരു വാക്യത്തിൽ പറയുന്നു, പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം എന്ത് ചെയ്തു പോകുന്നു, നശിച്ചു പോകുന്നു. പരിജ്ഞാനമില്ല എങ്കിൽ നശിച്ചു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാൾ, ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത ഒരാൾ, യേശുവിൻ്റെ രക്തം എൻ്റെ പാപങ്ങൾ കഴുകിക്കളയുമെന്നും എനിക്ക് വീണ്ടും കർത്താവിൻ്റെ അടുക്കൽ മടങ്ങിച്ചെല്ലാമെന്നും ദൈവത്തോട് എനിക്ക് ചേർന്നിരിക്കാമെന്നും ധൈര്യമില്ലാത്ത ഒരാൾ എന്ത് ചെയ്യുമെന്നറിയാമോ, പുറകോട്ട് ദൈവകൃപയിൽ നിന്ന് പുറകോട്ട് പോകാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ വചനസത്യം അറിയാവുന്ന ആളാണെങ്കിലോ ദൈവകൃപയിൽ അടുത്തു വന്ന് യഥാസ്ഥാനപ്പെട്ട് വീണ്ടും
തൻ്റെ ഓട്ടം സ്ഥിരതയോടെ ഓടാൻ തന്നെ സമർപ്പിക്കും എന്നുള്ള കാര്യം ദയവായിട്ട് മനസ്സിലാക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം അതുകൊണ്ട് അപ്പോൾ യേശുക്രിസ്തു നമുക്ക് എന്തായിത്തീർന്നു? വിശുദ്ധീകരിച്ചു. യേശുവിനെ വിശുദ്ധീകരിച്ചു. യേശു എനിക്ക് ദൈവിക നീതീകരണം തന്നു. യേശു ക്രിസ്തുവിൽ എനിക്ക് എന്തുണ്ട്? വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു അന്തരീക്ഷം തോന്നിയാൽ നിങ്ങൾ അതിൽ കണ്ണ് പതിപ്പിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വേണം, കർത്താവെ അങ്ങ് എൻ്റെ വീണ്ടെടുപ്പാണ്, അങ്ങ് എന്നെ വീണ്ടെടുക്കുന്ന കർത്താവാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതെല്ലാം നിങ്ങളെ എന്ത് ചെയ്യുമെന്നറിയാം? കർത്താവിനോട് ചേർന്ന് മുന്നേറാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ വേദപുസ്തകം വായിക്കുന്ന സമയത്ത് 1 യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യവും 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 1:9, 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിച്ചു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ വിശ്വസ്തനും നീതി. ശരി, ഇനി 2-ാം അധ്യായം 1-ാം വാക്യം. അവൻ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. ശരി, നിങ്ങൾ ഈ വാക്യം ഒന്ന് നിങ്ങൾ ബൈബിളിൽ തുറന്ന് നോക്കിയോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളെ, നിങ്ങൾ തുറന്ന് നോക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഇപ്പൊ വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ശ്രദ്ധിച്ചോളെ, നമ്മൾ ദൈവത്തിന്റെ കൃപയിൽ മുന്നേറുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിൽ എന്ത് ചെയ്യപ്പെടുന്നു? ദൈവത്തിന്റെ വിശുദ്ധീകരണം പകരപ്പെടുന്നു, അല്ലെ? നമ്മുടെ ആത്മാവിൽ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇനി അടുത്ത് ക്രമീകരിക്കേണ്ടുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ മണ്ഡലത്തിലാണ്. മനസ്സിലായോ? ശരീരത്തിന്റെ മണ്ഡലത്തിനാണ് അടുത്ത് എന്ത് ചെയ്യേണ്ടത്? ശരീരത്തിന്റെ മണ്ഡലത്തിലും മനസ്സിന്റെ മണ്ഡലത്തിലുമാണ് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം വിധേയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അവിടെയാണ് എന്ത് വരുന്നത്? ഒരു പിടിവലി വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു. നിങ്ങളൊരു ദൈവവൈതലാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണ്? ദൈവവൈതലാണ്. പുത്രന്മാരും പുത്രിമാരുമാണോ എന്ന് ചോദിച്ചാൽ ആരാണ്? നിങ്ങൾ പുത്രന്മാരും പുത്രിമാരുമാണ്. നിങ്ങൾ പുതിയ സൃഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ എല്ലാവരും അവിടെ ഇരുന്ന് പറയും എന്തുവാണ്? ഞാൻ എന്താണ്? പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു, ഞാൻ യേശു ക്രിസ്തുവിൽ ആരാണ്? പുതിയ സൃഷ്ടിയാണ്, അല്ലെ? വാഗ്ദത്തങ്ങളുടെ അവകാശിയാണ്, കൂട്ടവകാശിയാണ് എന്നൊക്കെ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം യഥാർത്ഥം ആത്മമണ്ഡലത്തിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? നിറവേറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആത്മമണ്ഡലത്തെ അതെല്ലാം എന്ത് ചെയ്ത് കഴിഞ്ഞു? സംഭവിക്കുകയാണ്. ആ ഒരു രൂപാന്തരം നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ ഇനി അടുത്ത് രൂപപ്പെടേണ്ടുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ മണ്ഡലത്തിലും മനസ്സിന്റെ മണ്ഡലത്തിലുമാണ്. അവിടെയാണ് നമുക്ക് എന്ത് വരുന്നത്? ദൈവഹിതപ്രകാരം വിധേയപ്പെടുന്ന ഒരു അനുഭവത്തിലാണ് നമുക്ക് സാധാരണയായിട്ട് ആൾക്കാർക്ക് എന്ത് പറയുക? ഡിസ്ട്രാക്ഷൻ വരുന്നത്. അവർ അതിന് മുന്നോട്ട് പോകാൻ കഴിയാതെ ഇടർച്ച വരുന്നത്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവകൃപയിൽ നിങ്ങൾ നിൽക്കേണ്ട വണ്ണം നിന്ന് മുന്നോട്ട് പോയാൽ, ദൈവകൃപയിൽ നിൽക്കേണ്ട വണ്ണം നിങ്ങളുടെ ശരീരങ്ങളെ വിധേയപ്പെടുത്തി നിൽക്കേണ്ട വണ്ണം നിന്ന് ദൈവകൃപയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവൊക്കെ പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കേണ്ട വണ്ണം നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ പടിപടിയായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് പടിപടിയായി കെട്ടിപ്പണിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മീയ ജീവിതം കർത്താവിൻ്റെ പറയും നിങ്ങളെ കെട്ടിപ്പണിത് മുകളിലോട്ട് കൊണ്ടുവരും. കർത്താവിൻ്റെ ഉദ്ദേശത്തിൽ നിങ്ങളെ എന്ത് ചെയ്യാനിടയാക്കും? ദൈവം പണിയുവാനിടയായിത്തീരും. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം വിധേയപ്പെടുന്നതിൽ എവിടെയെങ്കിലും പാളിച്ച വന്നു പോയാൽ നിങ്ങൾ ദൈവവേദലില്ല എന്നത് അർത്ഥമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ഇടറി വീണിരിക്കുകയാണ്. നിങ്ങളുടെ കാലിടറി വീണിരിക്കുകയാണ്, അല്ലേ? ആത്മീയ ജീവിതത്തിൽ എന്ത് പറ്റിപ്പോവുകയാണ്? കാലിടറി വീണു പോവുകയാണ്.
മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ ഏതെങ്കിലും ക്രമീകരിക്കപ്പെടാൻ പറ്റാത്ത അനുസരണക്കേട് വരുന്ന മേഖലകളിൽ എന്ത് ചെയ്യണം? കാലിടറി വീഴുക. അപ്പം അങ്ങനെ വീഴുന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്ന അങ്ങനെ ആകുന്ന വ്യക്തികൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസന്നിധി നമ്മളിപ്പോൾ വായിച്ച വാക്യം പോലെ എന്ത് ചെയ്യുക? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം യേശു കർത്താവ് ആരാണ്? വിശ്വസ്തനും നീതിമാനുമായ രക്ഷകനാണ്. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് എന്തുണ്ടാകും? എനിക്ക് പാപക്ഷമയുണ്ട്, എന്നെ വിശുദ്ധീകരിക്കപ്പെടാനായി കഴിയും. വീണ്ടും ദൈവസന്നിധിയിൽ കർത്താവ് എന്നെ റെസ്റ്റോർ ചെയ്താലും, എന്നെ കർത്താവിൻ്റെ കൃപയിൽ യഥാസ്ഥാനപ്പെടുത്തിയാലും, എന്നെ പണിതാലും, എന്നെ ഷെയ്പ്പ് ചെയ്താലും, കർത്താവ് ഞാൻ അങ്ങയുടെ ഇഷ്ടപ്രകാരം ഓടാൻ റെഡിയാണ് എന്നൊക്കെ നിങ്ങൾ ദൈവം മുമ്പാകെ പറഞ്ഞിട്ട്, കർത്താവ് ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പൊസിഷനിൽ ഞാൻ നിൽക്കുകയാണെന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാം? നിങ്ങളുടെ പൊസിഷൻ വീണ്ടും എന്ത് ചെയ്യപ്പെടും? നിങ്ങൾ റെസ്റ്റോർ ചെയ്യപ്പെടും. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വഹിക്കുന്നത് നമ്മുടെ എവിടെയാണ്? നമ്മുടെ ശരീരത്തിലാണ്, അല്ലെ? നമ്മുടെ ശരീരമാകുന്ന പാത്രത്തിലാണ്, നമ്മുടെ ആത്മാവിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകരപ്പെടുന്നതെങ്കിലും അത് പകരപ്പെടുന്ന പാത്രം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്, അല്ലെ? നമ്മളാണത് വഹിക്കുന്ന പാത്രങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ദൈവകൃപയുടെ നിറവിൽ നിന്ന് നിങ്ങളൊരു വീഴ്ച വീണുപോയാൽ, കൃപയെന്ന് അകന്നു പോയാൽ, ശരീരം മേൽക്കോയ്മ എടുക്കുന്നത് തോന്നിയാൽ, അടുത്ത് നിങ്ങളുടെ പാപങ്ങളെ കർത്താവിനോട് ക്ഷമ ചോദിച്ച് നിങ്ങൾ റെസ്റ്റോറേഷൻ പ്രാപിക്കുമ്പോൾ, ദൈവത്തോട് തന്നെ ചേർന്നിരിക്കുമ്പോൾ, ബൈബിളിൽ അതിനുള്ളൊരു വാക്യം തൊട്ട് താഴെ കിടപ്പുണ്ട്, തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. അതെന്നറിയാം? 1 യോഹന്നാന്റെ ലേഖനം 1:7. ഒന്ന് നോക്കിയാ 1:7 ഒന്ന് വായിച്ചേ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധി. അപ്പൊ അവിടെ ശ്രദ്ധിച്ച് നോക്കേ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അടുത്ത് പറയുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിങ്ങളും ഞാനും യേശു കർത്താവിന്റെ അടുക്കൽ ചെന്ന് കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവം മുമ്പാകെ വിധേയപ്പെടും. ഒരിക്കലും, അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത് ഒരിക്കലും കർത്താവിനെ വിട്ട് ദൂരത്തോടിക്കളയരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാ. അഥവാ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ വന്നു പോയത്, രഹസ്യ ജീവിതത്തിലോ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവുകൾ വീഴ്ചകൾ വന്നു പോകണമെന്ന് നിങ്ങൾ തോന്നിയാൽ കൂട്ടായ്മ വിട്ടുകളയരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ചർച്ചിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച് കയറി വരാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ മീറ്റിങ്ങിൻ്റെ അകത്ത് കയറുമ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ റെസ്റ്റോർ ചെയ്യാനുള്ള ദൈവകരം അവിടെ പ്രവർത്തിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന മുറിയിലായിരുന്നാലും ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യപ്പെടും? നിങ്ങളെ പണിത് റെസ്റ്റോർ ചെയ്യാൻ ഇടയായിത്തീരും. വീണ്ടും നിങ്ങളെ പണിതെടുക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ശാരീരിക മണ്ഡലത്തിലും മാനസിക മണ്ഡലത്തിലും റെസ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ കർത്താവിന് ക്ഷമ ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവിൽ എന്ത് ചെയ്യപ്പെടും? ആവശ്യമായ ശുദ്ധീകരണം നടന്നു കഴിയും. യു വിൽ ബിക്കം 100% റെസ്റ്റോർഡ്. ആ കാര്യം മറന്നുപോകരുത്. 100% നിങ്ങൾ ആത്മാവിൽ എന്ത് ചെയ്യപ്പെടും? റെസ്റ്റോർ ചെയ്യപ്പെടും. ദൈവസ്നേഹം നിങ്ങൾക്ക് വ്യക്തിപരമായി അനുഭവിക്കാനായി കഴിയും, മടക്കി അനുഭവിക്കാനായി കഴിയും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നടന്ന സ്ഥാനത്ത് നിന്ന്, ദൈവത്തിന് ഇഷ്ടപ്രകാരം അല്ലാത്തത് ചെയ്ത സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ വന്ന് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ തെറ്റിപ്പോയപ്പ അങ്ങയുടെ ഇഷ്ടത്തിൽ ഞാൻ എന്നെ വിധേയപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യപ്പെടും? ദൈവത്തിൻ്റെ ആത്മാവ് മടക്കി വരുത്തുന്ന അനുഭവം നിങ്ങളുടെയും എൻ്റെയും ഉള്ളത്തിൽ ദൈവം പകരും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശാരീരിക മണ്ഡലം. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകമൊക്കെ പകരപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ പാത്രമാകും, നമ്മുടെ ശരീരത്തിലാണ്. ഉള്ളത്തിലാണ് അത് പകരപ്പെടുന്നത്. അത് വഹിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? മൺകൂടാരമായ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ശാരീരിക മണ്ഡലത്തിൻ്റെ വിഷയത്തിൽ ഒരു റെസ്റ്റോറേഷൻ ആവശ്യമായി വന്നേക്കാം. അവിടെ ചിലപ്പോൾ കർത്താവ് ഒരു ചെറിയൊരു പീരീഡ് വയ്ക്കുക. എന്തിനാന്ന് പറയാ? പതുക്കെ റെസ്റ്റോർ ആയി കയറി വരേണ്ടത്. മനസ്സിലാവും? ഹല്ലേലൂയ. ചിലപ്പോൾ വേഗത്തിൽ നിങ്ങൾ റെസ്റ്റോർ ചെയ്യാനേക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി റെസ്റ്റോർ ചെയ്യുക. ഞാൻ പറയാം, ഇതെല്ലാം ദൈവത്തോടുള്ള പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ ബന്ധം പോലിരിക്കും. നിങ്ങളെ കർത്താവ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഈ മേഖലകളിലെല്ലാം കർത്താവ് എന്ത് ചെയ്യും? നിങ്ങളെ പതുക്കെ പരിശീലിപ്പിച്ചെടുക്കുന്നതാണ്.
എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ കർത്താവ് ആ പണിയുന്ന അനുഭവം നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? കർത്താവിൻ്റെ സന്നിധിയിൽ കുറവുള്ള ക്ഷമ ചോദിച്ച് യഥാസ്ഥാനപ്പെടാൻ നിങ്ങളെ തന്നെ സമർപ്പിച്ചതിന് ശേഷം, ആ ഒരു ശുദ്ധീകരണം നിങ്ങളുടെ ഉള്ളത്തിൽ പ്രാപിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ യു കണ്ടിന്യൂസ്ലി സ്റ്റേ ഇൻ ദ ലൈറ്റ്. വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക? വെളിച്ചത്തിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തുടർച്ചയായി ഒരു കമ്മ്യൂണിക്കേഷൻ ദൈവവുമായിട്ടുണ്ടാകുക. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളെ കർത്താവ് മടക്കി വരുത്തി എന്നുള്ള ബോധ്യത്തോടെ, കർത്താവിനെ റെസ്റ്റോർ ചെയ്തു എന്ന ബോധ്യത്തോടെ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. അല്ലാതെ മറുതലിച്ച് അകന്നു പോവുകയല്ല, അവരെവരെയും കുറ്റം പറഞ്ഞ് അകന്നു പോകുന്നതും അല്ല. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇനി പ്രാർത്ഥിക്കുന്നില്ല. അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യുന്നില്ല, ദൈവസന്നിധിയെ അടുത്ത് ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള പിടിവാശികൾ നല്ലതല്ല. ഹല്ലേലൂയ. പിന്നെ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും എന്ത് ചെയ്യരുത്? ബ്രേക്ക് ചെയ്യരുത്. നിങ്ങൾ അകന്നു പോയി. നിങ്ങൾ നമ്മെ കർത്താവ് വിളിച്ച സമയത്ത് നമ്മുടെ വിഷയങ്ങൾ കർത്താവിന് നന്നായിട്ട് അറിയാം. മനസ്സിലായി? നമ്മെ എല്ലാം കർത്താവ് നമ്മെക്കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മെ വിളിച്ചത്. നമ്മെ സ്നേഹിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വഴിയിൽ ഇട്ടിട്ട് പോകാനുള്ള പദ്ധതിയിലായിരുന്നില്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ ആ ഇരമ്യാവ് 31:3 തോന്നുന്നല്ലേ ആ വാക്യമുള്ള നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? സ്നേഹിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വാക്യമുണ്ട്. നിത്യസ്നേഹം കൊണ്ടാണ് ഞാൻ നിന്നെ എന്തിരിക്കുന്നത്? സ്നേഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദയ നിന്നിൽ എന്ത് ചെയ്യുകയാണ്? ദീർഘമാക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചത് എങ്ങനെയാണ്? എന്ത് സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത്. വഴിയിലിട്ടിട്ട് പോകാനല്ല, നമ്മെ അറിഞ്ഞിട്ടാണ്. നമ്മെ മുഴുവനും കർത്താവ് നന്നായി അറിയാം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് തന്നെ നിത്യമായി സ്നേഹിക്കണം എന്ന തീരുമാനത്തോടെയാണ് കർത്താവ് നമ്മെ എന്ത് ചെയ്തത്? വിളിച്ചത്. കർത്താവിൻ്റെ സ്നേഹം ആരംഭിച്ചത്, ആ കർത്താവ് നമ്മെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നേക്കും നിത്യമായി സ്നേഹിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. വഴിയിലിട്ടിട്ട് പോവാനല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മനസ്സിലാക്കി കർത്താവിനുള്ള ബന്ധത്തെ ബ്രേക്ക് ചെയ്യാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കാതെ. കാരണം നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും കൊണ്ടിടുന്നത് ആരല്ല? ദൈവമല്ല, പിശാചിൻ്റെ തന്ത്രമാണ്. പക്ഷെ ദൈവകൃപയെ നിങ്ങൾ യഥാസ്ഥാനപ്പെട്ട് ആ ഒരു നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ദൈവത്തിൻ്റെ വചനപ്രകാരവും ദൈവത്തിനുള്ള ബന്ധത്തിൽ നിങ്ങൾ റെസ്റ്റോർ ചെയ്യപ്പെടുമ്പോൾ ആ നെഗറ്റീവ് ഇമോഷൻ ഓൾറെഡി അങ്ങ് മാറിപ്പോകും. കണ്ടംനേഷൻ മാറിപ്പോകും, കുറ്റബോധങ്ങൾ മാറിപ്പോകും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവസന്നിധിയിൽ നമ്മുടെ ഉള്ളത്തെ ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞ് അടുത്ത് ചെന്നതിന് ശേഷം അടുത്തെന്ത് ചെയ്യണം? ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ ആ വെളിച്ചത്തിൽ തന്നെ നടക്കാൻ, അതിനോട് ചേർന്നിരിക്കാൻ കൊതിക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഓൾറെഡി ബാക്കിയുള്ള ഏരിയകളിൽ, നിങ്ങളുടെ ശാരീരിക മണ്ഡലത്തിലും മാനസിക മണ്ഡലത്തിലും ആവശ്യമാകുന്ന ഒരു പുതുക്കം പരിശുദ്ധാത്മാവ് നൽകി തരാനിടയായിത്തീരും. പിന്നെ ചിന്താമണ്ഡലത്തിൽ പുതുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് പറയുന്നത് ദൈവവചനമാണ്. ആ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം ദൈവവചനത്തിൻ്റെ ഈ വാക്യങ്ങളൊക്കെ നിങ്ങളെ ഏറ്റുപറഞ്ഞാൽ, നിങ്ങളുടെ ചിന്തകളിൽ ആ വാക്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളെ പുതുക്കുന്ന ആ ദൈവകൃപ നിങ്ങളിൽ പകരപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാനായി കഴിയും. ഹല്ലേലൂയ. എപ്പോഴൊക്കെ നെഗറ്റീവായ ചിന്തകളോ തെറ്റായ ചിന്തകളോ ഒക്കെ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമില്ല, നിന്നെ കൊള്ളില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഉടനെ നിങ്ങൾ വാ തുറന്ന് പറയണം, കർത്താവിനെ ഞാൻ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ ഞാൻ പ്രിയനാണ്, കർത്താവിന് ഞാൻ പ്രിയനാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പുതിയ സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. എൻ്റെ ഉള്ളത്തെ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? കഴുകി ശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങളുടെ വായ തുറന്ന് നിങ്ങൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശരി, എബ്രായ ലേഖനം 4-ാം അധ്യായം. നിങ്ങൾ ചില കാര്യങ്ങൾ ഇച്ചിരി കഠിനമായിട്ട് നിങ്ങൾക്ക് ഈ വിഷയം പഠിപ്പിക്കുന്നതിന് തോന്നുന്നെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിന് മുൻപ് തന്നെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പിടികിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടാൻ തോന്നുന്നെങ്കിൽ, ചിലർക്ക് പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഗ്രഹിച്ചെടുക്കാൻ ചില പ്രയാസം തോന്നാം. പക്ഷെ പേടിക്കേണ്ട. നിങ്ങൾ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ്
ഒരു ചിന്ത, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുള്ള ആ സപ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യും? പകർന്നു നൽകുവാനിടയായിത്തീരും. ശരി. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. എബ്രായർ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്ഥിതിയും മുറുകെ പിടിച്ചുകൊള്ള നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയെ സകലവും കാണിക്കാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സർവത്തിലും നമുക്ക് പരീക്ഷിക്കപ്പെടാനത്തെ നമുക്കുള്ള. അതുകൊണ്ട് കർമ്മം ലഭിക്കാനും സമയത്ത് സഹായത്തിനുമാണ്. ശരി. ഇവിടെ നമുക്ക് അതിമനോഹരമായ ഒരു വാഗ്ദത്വമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ എന്ത് ചെയ്യാനാ പറയുന്നത്? നമ്മുടെ കർത്താവിന് നമ്മുടെ സാഹചര്യം അറിയാമെന്നും, ഞാൻ മുമ്പ് നേരത്തെ പഠിപ്പിച്ചതിൻ്റെ ഒരു കാര്യം പറയുന്ന കാര്യം മറന്നു പോരുത്. നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിൽക്കാൻ കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യപ്പെടും? പടിപടിയായ ദൈവത്തുള്ള കൃപയിലും ശുശ്രൂഷയിലും ഒക്കെ നിങ്ങൾക്ക് ജ്വലിച്ച് പ്രകാശിക്കാനായി കഴിയും. വിശേഷമായ ജ്ഞാനം നിങ്ങളുടെ മേൽ പകരുന്നതും ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുന്നതും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. മനസ്സിലാവും? അത് ആ ഒരു പൊസിഷനിലോട്ട് നിങ്ങളെ സ്റ്റാൻഡായി നിൽക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കപ്പെടണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാൻ നേരത്തെ ഒരു 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിച്ചായിരുന്നു. കുഞ്ഞുങ്ങളെ, നാം പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു, അല്ലേ? പിന്നെ അടുത്ത് പറയുകയാണ്, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. അപ്പം അവിടെ ഒന്നാമത് ദൈവത്തിൻ്റെ ഇഷ്ടം പറയുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു, അല്ലേ? അത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ആ ഒരു പൊസിഷനിലോട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. മനസ്സിലാവണം? ആ ഒരു പൊസിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത്. നിങ്ങൾക്ക് ആ ഒരു കാര്യം ഉറപ്പിച്ചാണ്. നിങ്ങളും ഞാനും ആ ഒരു പൊസിഷനിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വളർന്നു വരുന്നത്. പക്ഷേ ആ മെച്യൂരിറ്റിയിലേക്ക്, ആ പക്വതയിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലോട്ട് നമ്മൾ കയറി വരുന്ന ആ അനുഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഒരുപക്ഷെ എന്ത് ചെയ്യാം? പല അപ്പ് ആൻഡ് ഡൗൺസ് ജീവിതത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ വന്നേക്കാം. പ്രാർത്ഥന കുറവ്, ഞാൻ പറഞ്ഞ കാര്യം മറന്നു വരും. അപ്പോൾ ആ മേഖലകളിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്തു ചെല്ലുന്നതിൽ എന്ത് ചെയ്യരുത്? ഒരു കുറവും കാണിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധി അനുദപിക്കുന്നതും ദൈവത്തോട് അടുത്ത് ചെല്ലുന്നതും കർത്താവെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒന്നും നിങ്ങളിൽ കുറഞ്ഞു പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും കർത്താവിനെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, പക്ഷെ നാം അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ മാധുര്യം നമ്മൾ തിരിച്ചറിയുന്നത്. കർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കുക. ഹല്ലേലൂയ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക്, അല്ലേ? നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ എബ്രായർ 4-14 മുതൽ 16 വരെ എന്തോ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് നാം, അല്ലേ, തക്ക സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന്, അല്ലേ, തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനായും കരുണ പ്രാപിക്കാനായും ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യുക? ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ഹല്ലേലൂയ. അങ്ങനെ അടുത്ത് ചെല്ലുന്നവർക്കായി സ്തോത്രം. ഉള്ളങ്ങളെ ദൈവത്തിന് ഇഷ്ടപ്രകാരം പണിയുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴൊക്കെ നമ്മൾ കർത്താവിനോട് എപ്പോഴൊക്കെ അടുത്ത് ചെന്നാൽ നമ്മൾ എന്ത് ചെയ്യപ്പെടുമെന്ന് അറിയാം? കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മുടെ ഉള്ളം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ ഉള്ളം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാതെ അടിഞ്ഞു കിടന്ന ചിന്തകൾ, വിചാരങ്ങൾ അതെല്ലാം എന്ത് ചെയ്യപ്പെടും? നമ്മുടെ ഉള്ളത്തിൽ നിന്ന് മാറ്റപ്പെടും. ദൈവത്തിൻ്റെ വചനം നോക്കി നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലും ദൈവവചനത്തെ നിറയ്ക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്ത് ചെയ്യപ്പെടുകയാണ്? നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മെ എന്ത് ചെയ്യാൻ ഇടയാക്കും? ദൈവകൃപയിൽ മുന്നേറാൻ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എന്തുവാണെന്നറിയാമോ? ഈ നീതി എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന ദൈവനീതി എന്ന് പറയുന്നത്, അതിനൊരു ഉദാഹരണം യേശു കർത്താവ് ആ മുടിയനായ പുത്രൻ്റെ ആ ഉപമയിൽ യേശു കർത്താവ് അത് സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാനിടയായി. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലാണ് അപ്പനെ വിട്ടുപോയ അകന്നുപോയ ആ മകനെ കുറിച്ചും തിരികെ മടങ്ങി വന്ന ആ മകന്റെ പിന്നീടുണ്ടായ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ വായിക്കുന്നത് ലൂക്കോസ് 15-ാം അധ്യായത്തിലാണ്. അപ്പൊ അതില് ഈ മകൻ കർത്താവിനെ വിട്ട് അകന്നുപോയ, അല്ലെങ്കിൽ അപ്പനെ വിട്ട് അകന്നുപോയ ആ മകൻ തനിക്കുള്ളതെല്ലാം ചെലവഴിച്ച് ദൂർത്തടിച്ച് ജീവിച്ച് അവസാനം ആ വ്യക്തി എന്ത് ചെയ്യുകയാണ്? തകരുകയാണ്, അല്ലേ? ആ വ്യക്തിയുടെ ശരീരം തകരുകയാണ്, മനസ്സ് തകരുകയാണ്, എങ്ങനെയെങ്കിലും കഴിച്ച് വിശപ്പടക്കാമെന്നുള്ള മനോഭാവം വരികയാണ്. പക്ഷെ എന്നിട്ടും ആരും എന്ത് ചെയ്യുന്നില്ല, ഒന്നും ആ വ്യക്തിക്ക് ഭക്ഷിപ്പാൻ കൊടുക്കാതെ വണ്ണം തകരുകയാണ് ആ വ്യക്തി ചെയ്ത്. പക്ഷെ അപ്പൻ്റെ അടുക്കൽ മടങ്ങി വരാൻ താൻ തീരുമാനിക്കുമ്പോൾ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അപ്പൻ ദൂരത്ത് നിന്ന് മകൻ വരുന്നത് കണ്ടെന്ത് ചെയ്തു? ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് അത്ഭുതം തോന്നുന്നു, രസകരമായ ഒരു കാര്യം, രസകരമായിട്ടുള്ളതല്ല, ഈ ഏതെങ്കിലും അപ്പനും അമ്മയ്ക്കും അനുസരണയൊക്കെയുള്ള മകനുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് മറുതലിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മകനുണ്ടെങ്കിൽ അപ്പനും അമ്മയ്ക്കും എന്ത് ചെയ്യാന്നറിയാമോ? അപ്പനും അമ്മയ്ക്ക് ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട അധിപന്മാരോട്, മൂപ്പന്മാരോട് ഈ വിഷയം പറയാം. മകൻ എന്ത് ചെയ്യുന്നില്ല, അനുസരിക്കുന്നവനായിരിക്കുന്നില്ല എന്ന അഭിപ്രായം പറഞ്ഞാൽ, ഒരുപക്ഷെ ബൈബിൾ എങ്ങനെ എഴുതിയിരിക്കുന്നറിയോ? ആ മകന് അപ്പനും അമ്മയുടെയും വാക്കിനാൽ എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട്? കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും പറയുകയാണ്, ഈ മകൻ അനുസരണം കെട്ടവനാണ്, എന്നെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യപ്പെടുമായിരുന്നു? കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള നിയമം അന്നുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥാനത്താണ് തിരികെ വന്ന മകനെ നോക്കി അപ്പൻ എന്ത് ചെയ്യുകയാണ്? ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം അപ്പൻ എന്ത് ചെയ്യുന്നില്ല, വേറെ ആരുടെയും വാക്കുകൾക്ക് വിട്ടുകൊടുക്കുന്നതായി നമ്മൾ കാണുന്നില്ല, അല്ലേ? നീ മുമ്പ് ഓടിയതല്ലേ, അതുകൊണ്ട് എന്തില്ല, നിനക്ക് തിരികെ വരാൻ വഴിയില്ല എന്ന് കർത്താവ് പറയുന്നില്ല, അല്ലെ? തിരികെ വരാൻ കഴിയില്ല എന്ന് കർത്താവ് പറയുന്നില്ല. പക്ഷെ മടങ്ങി വന്നാൽ, ആ പദം ശ്രദ്ധിക്കുക, മടങ്ങി വന്നാൽ എന്തുണ്ട്? ഒരു മടങ്ങി വരവുണ്ട്. ഹല്ലേലൂയ. ആ മടങ്ങി വര. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അതിന്റെ 15-ന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 15-ന്റെ 22. ശരി, 15-ന്റെ 22 അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പിൻ, അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് വിടുവിൻ. അതെന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേൽത്തരമായ അങ്കി കൊണ്ട് ധരിപ്പിക്കാൻ പറയും. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വസ്ത്രം, ആ വ്യക്തി ധരിച്ചിരുന്ന, ആ മകൻ ധരിച്ചിരുന്ന വസ്ത്രം എന്ന് പറയുന്നത് മുഷിഞ്ഞ വസ്ത്രമാണ്, അല്ലെ? കീറിയ വസ്ത്രമാണ്. പക്ഷേ ആ മുഷിഞ്ഞ വസ്ത്രത്തെ, കീറിയ വസ്ത്രത്തെ മാറ്റിയിട്ട് മേത്തരമായ അങ്കി അണിയിച്ചു. ഈ മേത്തരമായ അങ്കി എന്ന് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത് നീതിയുടെ വസ്ത്രമാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് ബൈബിളിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അല്പമായിട്ട് ലാസ്റ്റ് നിർത്തുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടായിരുന്നു. അത് ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 21-ാം എഫെസ്യർ 6-ന്റെ 14. എഫെസ്യർ 6-ന്റെ 14 ഒന്ന് വായിച്ചേ. എഫെസ്യർ 6-ന്റെ 14. അതിന്റെ മുമ്പില് പക്ഷെ സത്യം ആ പദം തൊട്ട് മുകളിലാണെന്ന് തോന്നുന്നു, അല്ലെ? സത്യം അരയ്ക്ക് കെട്ടിയും അടുത്ത് നീതി എന്ന കവചം ധരിച്ചു, അല്ലെ? സത്യം അരയ്ക്ക് കെട്ടിയും നീതി എന്ന കവചം. അപ്പൊ നീതി അവിടെ പറഞ്ഞിരിക്കുന്ന പേരെന്താണ്? ഒരു കവചം പോലെ. എന്ന് വെച്ചാൽ അത് നീതിയുടെ വസ്ത്രമാണ്. പക്ഷെ നീതിയുടെ വസ്ത്രം എന്തിനാണ് ഈ കവചത്തിന്റെ ആവശ്യം വരുന്നത്? എന്തുകൊണ്ട് ഇത് കവചമായി മാറുന്നു? കവചമായി എന്തുകൊണ്ട് മാറുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുഷ്ടനെയ്യുന്ന ഒരമ്പുകളും എന്ത് ചെയ്യരുത്, ശരീരത്തിന്റെ ഒരു ഭാഗങ്ങളിലും അതെന്ത് ചെയ്ത് തറച്ച് കയറരുതെന്ന് വിചാരിച്ചിട്ടാണ് അത് ദൈവം എന്താക്കി മാറ്റുന്നത്?
നമുക്ക് നീതിയുടെ കവചമാക്കി മാറ്റുന്നത്. പിശാചിന്റെ മുമ്പിൽ അത് കവചമാണ്, പക്ഷെ ദൈവ മുമ്പിൽ അതെന്താണ്? നീതിയുടെ വസ്ത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് സമയം പോരാ, എങ്കിലും റോമർ 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ളവർക്ക് എന്തില്ല? ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് ദൈവവചനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ക്രിസ്തയേശുവിൽ നിങ്ങൾ മറഞ്ഞ ദൈവ മുമ്പാകെ നമ്മൾ എന്തായി മാറും? കുറ്റമറ്റവരായി. ദൈവത്തിന്റെ മുൻപാകെ നമ്മൾ എന്തായി മാറും? കുറ്റമില്ലാത്തവരായി മാറുമെന്ന് ദൈവവചനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. ഇനി ഒത്തിരി നമുക്ക് ചിന്തിക്കാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നിർത്താം. സമയം 8:44 എങ്കിലും ഞാൻ ഒരു 2 വാക്യം ഒന്ന് ഓട്ടിച്ച് വായിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നീടായിരുന്നാലും നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും അത് വായിച്ചു നോക്കാനായി കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യം ഒന്ന് നിങ്ങളൊന്ന് തുറന്നൊന്ന് വായിക്കണേ. വായിക്കുന്നവരിപ്പോൾ വായിച്ച് കേൾപ്പിക്കും. റോമർ 3-ന്റെ 21 മുതൽ 26 വരെ ഒന്ന് വായിച്ചേ. ഇപ്പോഴോ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവനീതിയുടെ ന്യായപ്രമാണം കൂടാതെ ഉൾപ്പെട്ട് മതിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകനും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ ന്യായപ്രകാരം തീരുന്നു. അവന്റെ കൃപയാ സൗജന്യമായ നീതിയിലെ ബന്ധപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം തോന്നും പ്രായശ്ചിത്തമാകുക ദൈവം അവനെ പരസ്യമായി നൽകിയിരിക്കുന്നു. ദൈവം തന്റെ പുറമത്തിൽ മുൻവരുന്ന പാപങ്ങളെ ശിക്ഷിക്കാതെ തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ ആ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതി ലഭിക്കുന്നവനും ആകേണ്ടതല്ല. ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ പ്രദർശിപ്പിക്കാൻ തന്നെ. ശരി. ഇനി അടുത്തത് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യം. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഈ 2 വാക്യത്തിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിർത്തി ചിന്തിക്കാനാണ്. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ വാക്യങ്ങളൊന്ന് ദയവായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഇതിൻ്റെ അകത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായും നൽകിയിട്ടുണ്ട്. ശരി, അടുത്തതായിട്ട് റോമർ 5-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യം. റോമർ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തപ്പെട്ട ശേഷമോ നാം അവനാൽ അധികമായി ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ ദൈവത്തോടെ ഇതിനെ ശേഷം നാം അവന്റെ ജീവനായി എത്ര അധികമായി രക്ഷിക്കപ്പെടും. നമുക്കിപ്പോൾ നിരത്തിൽ ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിന്റെ ദൈവത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. ശരി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ 2 വാക്യത്തിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കേട്ട ഈ വാക്യങ്ങൾക്കകത്തെല്ലാം യേശുക്രിസ്തുവിലൂടെ നമ്മെ നീതീകരിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവിടെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ദയവായിട്ട് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ട ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ അടുത്ത് ചെല്ലാൻ ദൈവം കൃപ തരട്ടെ. ഇന്ന് നമുക്ക് പരിചയമുള്ള ആൾക്കാർ ആരെങ്കിലും പിന്മാറ്റത്തിലോ ദൈവകൃപ വിട്ട് അകന്നു നടക്കുകയോ ചെയ്യുന്നെങ്കിൽ അവർക്ക് കർത്താവ് മാനസാന്തരത്തിൻ്റെ അനുഭവവും
ദൈവകൃപയിൽ മടങ്ങി വരാനും ദൈവം കൃപ തരട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ആവശ്യമാകുന്ന വിടുതലും ദൈവിക സമാധാനവും ദൈവകൃപയും അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. ഈ ഓരോ ക്ലാസ്സുകളും നിശ്ചയമായി നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം നിങ്ങളെല്ലാവരെയും തൊടുന്നു നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും എന്നെനിക്ക് വിശ്വാസമുണ്ട്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിനോട് അടുത്ത് ചെല്ലുന്ന എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. കർത്താവിന് നിങ്ങൾക്ക് പ്രാപിക്കാനും കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ഞങ്ങൾ ആദ്യം പ്രാരംഭത്തിൽ കേട്ടതുപോലെ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമാണല്ലോ അപ്പ. കർത്താവെ, അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുവാൻ അങ്ങ് എത്രത്തോളം ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നപ്പ. ഞങ്ങളുടെ വായിൽ ദൈവമേ, അങ്ങ് എന്നെ വീണ്ടെടുത്തു, എന്നെ രക്ഷിച്ചു എന്നതിനെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിനോട് അനുദപിച്ച് അടുത്തു വന്ന് ദൈവകൃപയിൽ യഥാസ്ഥാനപ്പെടുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഓരോരുത്തരും പണിയപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം കർത്താവെ, സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശത്തിന് നടുവിൽ കർത്താവ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ അപ്പ. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നന്ദി അപ്പ. അങ്ങയുടെ നാമം സകല നാമങ്ങൾക്കും മേലായ നാമം കർത്താവെ. അങ്ങയുടെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുമെന്ന് എഴുതിയിരിക്കുന്നപ്പ. ഈ സമയം ദൈവിക ജീവൻ എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടപ്പ. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രയെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സമൃദ്ധമായ ദൈവിക ജീവൻ യേശുവിൻ്റെ നാമത്തിൽ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി യേശോപ്പ. കർത്താവെ, പ്രിയമുള്ളവരുടെ വിഷയങ്ങൾ എന്തൊക്കെയെന്ന് അടിയൻ അറിയുന്നില്ല. പക്ഷെ കർത്താവെ, ഓരോരുത്തരുടെ ജീവിതത്തെയും നന്നായി അറിയുന്ന കർത്താവ് തൻ്റെ കരം നീട്ടി ആവശ്യമായ വിടുതലുകളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി കർത്താവെ, നിറഞ്ഞു കവിയുന്ന ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുന്ന ആരൊക്കെയുണ്ടോ അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെയും ദൈവിക ജ്ഞാനത്തെയും ദൈവിക കൃപയെയും കർത്താവെ ശുശ്രൂഷയിലൂടെ അങ്ങ് പണിതെടുക്കുമെന്ന് അങ്ങാണ് വാക്ക് പറഞ്ഞത്. ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ പണിതെടുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കിയാലുമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വരുന്ന ക്ലാസ്സുകൾ കർത്താവ് എല്ലാവരും പങ്കെടുപ്പാനും പുതുതായും ആൾക്കാർ പങ്കെടുക്കാനും എല്ലാം ഇടയാക്കിയാലും തീരുമാനത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവവചനം ശ്രദ്ധയോടെ പഠിക്കാൻ എല്ലാവരെയും സഹായിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ കരം വെച്ച് വിടുവിക്കുന്നതിനായി സ്തോത്രം. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെയോ നിരാശയോടെയോ രോഗത്തിൻ്റെ ഏതെങ്കിലും ഭാരങ്ങൾ, കുടുംബത്തിനകത്തുള്ള വിഷയങ്ങൾ, അതിൻ്റെ ഞെരുക്കങ്ങളിൽ ആരെങ്കിലും ആണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ദൈവിക സമാധാനമുണ്ടാകട്ടെ. കാറ്റിനെയും കടലിനെയും നോക്കി കാറ്റെ അടങ്ങ് കടലെ ശാന്തമാകുമെന്ന് പറഞ്ഞതുപോലെ വിഷയങ്ങളെ നോക്കി കൽപ്പിപ്പാൻ അങ്ങ് പറഞ്ഞുവല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ വിഷയങ്ങളുടെ മേൽ ദൈവിക സമാധാനവും ശാന്തതയും ഉണ്ടാകട്ടെ. സ്വർഗീയ കൃപ ധാരാളമായി പകരണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായും നന്ദി. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഇത്രയും സമയം ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അടുത്ത